വളരെ അൺഫെയർ ആയിട്ടുള്ള ഗെയിമായിരുന്നു ഇന്ന് മൊത്തം നടന്നതെന്ന് പറയാം. അനുമോളെ കൂട്ടം ചേർന്ന് ആക്രമിക്കാനായിട്ട് കുറച്ച് പേര്, അതിന്റെ ഇടയിൽ കൂടെ അനുമോൾക്കിട്ട് പാര പണിയാൻ കുറച്ച് പേര്, ഇതുപോലെ തന്നെ ആങ്ങളെയും പെങ്ങളമാരും, അല്ല അങ്ങനെ പറയുന്നതിന് നല്ലത് വാപ്പയും കുട്ടികളും, അങ്ങനെയും പറയുന്നുണ്ട് അവര്. വാപ്പയെ പോലെ തോന്നി എന്നൊക്കെ ഡയലോഗ് ഉണ്ടായിരുന്നു. എന്തായാലും പുറകിൽ നിന്ന് ഷാനവാസിനെ കുത്തി. പുറകിൽ നിന്ന് പെങ്ങന്മാര് മാത്രമല്ല കുത്തിയത്, കൂട്ടത്തിൽ ഫ്രണ്ടും പുറകിൽ നിന്ന് കുത്തുന്നുണ്ടായിരുന്നു. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തിനെ ചുറ്റും നിന്ന് കൂടെ നിന്ന് സ്നേഹിക്കുന്നു എന്ന് കാണിക്കുന്ന ആൾക്കാർ ചേർന്ന് പുറകിൽ നിന്ന് കുത്തുന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ അനുമോളും. അപ്പൊ ഈ രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ന് എപ്പിസോഡിൽ ഉണ്ടായിരുന്നതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോ ഞാൻ ഷാനവാസിന്റെ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഷാനവാസ് അവിടെ ഏറ്റവും അടുപ്പം കാണിക്കുന്നത് ആദിലയുടെ അടുത്ത് നൂറയുടെ അടുത്താണ്. നോമിനേഷൻ വന്ന സമയത്ത് അവിടെ ആദില അവിടെ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തു. എന്നിട്ട് ഷാനവാസിന്റെ അടുത്ത് ആരെയാണ് നോമിനേറ്റ് ചെയ്തതെന്ന് ചോദിച്ച സമയത്ത് ആരിനെയാണ് എന്ന് കള്ളം പറയുകയും ചെയ്തു. അവിടെയാണ് ഷാനവാസിനെ കാര്യങ്ങളുടെ കിടപ്പ് വശം മനസ്സിലാവുന്നത്. അവിടെ നമ്മുടെ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്ത സമയത്ത് മെയിൽ ഷോവനിസ്റ്റ് എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ആദില നോമിനേറ്റ് ചെയ്തത്. ബിഗ് ബോസ് അത് വിളിച്ചു പറയുകയും ചെയ്തു. ആദിലയാണ് ആ ഒരു വേർഡ് ആ വീട്ടിൽ പറയുന്നതെന്ന് അറിയാവുന്ന ഷാനവാസിനെ ആദില എന്നെയാണ് നോമിനേറ്റ് ചെയ്തതെന്നുള്ള ഒരു സംശയം അവിടെ ഉടലെടുത്തു. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അത് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തത് കൊണ്ട് ഷാനവാസിന് ഒരു വിഷമമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അനീഷ് എത്ര തവണ നോമിനേറ്റ് ചെയ്തിട്ട് ഫേസ് ടു ഫേസ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അനീഷ്. എന്നിട്ട് പോലും അനീഷിന്റെ അടുത്ത് അങ്ങനെ ഒരു ദേഷ്യമോ ഒന്നും കാണിക്കുന്നത് ഷാനവാസ് കാണിക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ ആദിലെ നൂറയുടെ അടുത്ത് വരുന്ന സമയത്ത് ഷാനവാസ് വളരെയധികം അറ്റാച്ച്ഡ് ആണ്. അത് പിന്നീട് ലക്ഷ്മിയുടെ സംസാരിക്കുന്നുണ്ട്, അത് ഞാൻ പറയാം. അപ്പൊ ഇത് ആദ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ഒരു ഇതിലേക്ക് വരാം. അപ്പോ ഇവിടെ ആദില നുണ പറയാണെന്ന് മനസ്സിലാക്കിയ ഷാനവാസ് പിന്നീട് അത് ചോദ്യം ചെയ്യുന്നതും അവർ തമ്മിൽ ഭയങ്കരമായ വഴക്കുണ്ടാവുന്നതും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. ആദിലയായിട്ടാണ് ഏറ്റവും കൂടുതൽ വഴക്കിടുന്നത്. നൂറ അതിനിടയിൽ കയറി സംസാരിക്കുന്നുണ്ട്. നൂറ പറയുന്നുണ്ട്, നിങ്ങൾ ഇതില് പശ്ചാത്തപിക്കും, നിങ്ങൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് സത്യം മനസ്സിലാവും എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. പക്ഷേ അവിടെ ആദില ആരെയാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നൂറയ്ക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇത് നൂറയുടെ അടുത്ത് ആദില പറഞ്ഞിട്ടില്ല. അവിടെ ഇത് ആദില തന്നെയാണ് ലക്ഷ്മിയുടെ അടുത്ത് പിന്നീട് ഇരുന്ന് സംസാരിക്കുന്നത്. ഞാൻ നൂറയുടെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല ഞാൻ ആരെയാണ് നോമിനേറ്റ് ചെയ്തത് എന്നുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് നൂറയ്ക്ക് അവിടെ ഭയങ്കര വിഷമമുണ്ട്. നൂറ ഇരുന്ന് ഭയങ്കര കരച്ചിലാണ്. എന്നിട്ട് ഷാനവാസിന് അവിടെ ഇരുന്ന് കുറ്റം പറയുന്നുണ്ട്. ഈ കരയുന്നതിന്റെ ഇടയിൽ കൂടെ ഇരുന്ന് കുറ്റമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പുറകിൽ നിന്ന് കുത്തിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദില തന്നെയാണ്. ഇത് ആദ്യത്തെ സംഭവമല്ല ഷാനവാസിനെ ആദില പുറകിൽ നിന്ന് കുത്തുന്നത്. ആ നെവിന്റെ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇപ്പൊ വീണ്ടും അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഷാനവാസിനെ കുറ്റം പറയാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ രണ്ട് വിഷയങ്ങളിൽ ഷാനവാസിനെതിരെ അവിടെ കളിച്ചിട്ടുള്ള കളി ആദില എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഇത്തവണയും ആ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം അവിടെ വളരെയധികം വിഷമിച്ചിട്ട് ഷാനവാസ് അനീഷിന്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അനീഷ് പറയുന്നുണ്ട്, ഷാനവാസ് നിന്റെ ഭാഗത്തുണ്ട് തെറ്റ്, അതുകൊണ്ട് എനിക്ക് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവൊന്നും പറയാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് പലതും പറയണമെന്നുണ്ട്, പക്ഷെ പറഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെ അവിടെ അനീഷ് പറയുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, എനിക്കറിയാം എന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട്, നീ അതൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്ത് നിങ്ങൾ പണ്ടത്തെ പോലെ ആവണമെന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും ഷാനവാസിന്റെ മനസ്സിളകുന്നത് എനിക്ക് കാണാനായിട്ട് സാധിച്ചു. ലൈവിലുണ്ടായിരുന്നുള്ള എപ്പിസോഡിൽ അത് ഉണ്ടായിരുന്നില്ല. ഷാനവാസ് വീണ്ടും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒറ്റയ്ക്ക് നിന്ന് അവിടെ ഗെയിം കളിക്കുന്നതാണ് ഷാനവാസിന് ഏറ്റവും നല്ലത്. ഇപ്പൊ ഷാനവാസിനെ പുറത്ത് ഒരുപാട് നെഗറ്റീവ്സ് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ആദില നൂറ ആങ്ങളക്കളി ഉണ്ടല്ലോ, ആ ഒരു ഗെയിം പുറത്തുള്ളവർക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഷാനവാസ് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഷാനവാസിനെ നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ ആദില പുറകിൽ നിന്ന് ഓരോ തവണ ഷാനവാസിനെ കുത്തുമ്പോൾ എന്നിട്ട് ഷാനവാസ് അവരുമായിട്ട് വീണ്ടും അറ്റാച്ച്ഡ് ആവുന്നു, അവർക്ക് വേണ്ടി സംസാരിക്കുന്നു, അവരെ നോമിനേറ്റ് ചെയ്യില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഷാനവാസിനോട് ഒരുപാട് പേർക്ക് അത്രയും ദേഷ്യം വരുന്നത്. ഷാനവാസ് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കേ. അപ്പോഴാണ് അവിടെ ഷാനവാസിൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാനായിട്ട് കഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ആ വീട്ടിൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ലക്ഷ്മിക്ക് ഷാനവാസുമായിട്ട് ഒരുപാട് വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ പോലും ഷാനവാസിനെ ഉള്ളുകൊണ്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തി ലക്ഷ്മി മാത്രമാണ്. ലക്ഷ്മി വന്നിരുന്നിട്ട് ആദിലയുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് ലക്ഷ്മി പറയുന്നുണ്ട്, ഭയങ്കര പാവം മനുഷ്യനാണ്, ഒരു പച്ചയായ മനുഷ്യൻ, നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കൊരു വീക്ക്നെസ് ആണ്, അതുകൊണ്ടാണ് ആള് നിങ്ങളുമായിട്ടുള്ള ഒരു ഗെയിം എന്നിട്ട് ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. നിങ്ങളുമായിട്ട് ഇവിടെ ഗെയിം എന്നുള്ളത് ആൾക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കില്ല. നിങ്ങളിത് ഗെയിമിന്റെ ഭാഗമായിട്ട് പലതും ചെയ്താൽ പോലും ആൾക്കത് ഗെയിമായിട്ട് ചിന്തിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ അയാളുടെ ഒരു വീക്ക്നെസ് ആണ്, അത്രയ്ക്ക് നിങ്ങളുമായിട്ട് അയാൾക്ക് അടുപ്പമാണ്, അതുകൊണ്ട് അയാൾക്ക് ഒരിക്കലും ഇതൊരു ഗെയിം അല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഉള്ളുകൊണ്ട് അത്രയ്ക്കും പാവമായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഷാനവാസ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നുണ്ട് ലക്ഷ്മി. പക്ഷെ
അത്ര പോലും മനസ്സിലാവാത്ത വ്യക്തികളാണ് ആദിലയും നൂറയും. അവിടെ ഇരുന്നിട്ട് ഷാനവാസിനെ ഇരുന്ന് കുട്ടി മെയിൽ ഷോവനിസ്റ്റ് ആണ്, അയാൾക്ക് പെണ്ണുങ്ങളോട് ബഹുമാനമില്ല, ഇഷ്ടമില്ല, സ്നേഹമില്ല, അയാൾ ഒരു ജാതി സ്വഭാവമാണെന്നൊക്കെ ഇരുന്നിട്ട് ആദില കഴിഞ്ഞ ദിവസം ഇരുന്ന് പറയുന്നുണ്ട് നമുക്കിത് ബേർഡൻ ആണ് ഇയാളുമായിട്ടുള്ള ബന്ധം എന്നൊക്കെ ഇരുന്ന് സംസാരിച്ച വ്യക്തിയാണ് ഈ ആദില എന്ന് പറയുന്ന വ്യക്തി. എന്നിട്ട് ലക്ഷ്മി പറയുമ്പോൾ എനിക്കറിയാം, പാവാണെന്ന് എനിക്കറിയാം, എനിക്ക് അങ്ങനെ അറിയാം എന്നൊക്കെ ഇരുന്നിട്ട് ഡയലോഗ് ലക്ഷ്മിയുടെ അടുത്തിരുന്ന് പറയുന്നു. നാണാവില്ല ആദില ഇങ്ങനെ കൂടെ നിന്ന് ചതിക്കാനായിട്ട്? ആ മനുഷ്യന്റെ പോസിറ്റീവും നെഗറ്റീവും നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തിയെ തിരുത്താനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ പുറകിൽ നിന്ന് കുത്തുന്ന എൻ്റെ വാപ്പയെ പോലെ എനിക്ക് തോന്നി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചേട്ടനെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാളെ കൂടെ നിർത്തി എന്നിട്ട് പറയുന്നുണ്ട് അയാൾക്ക് പുറത്ത് ഭയങ്കര സപ്പോർട്ടാണെന്ന് അറിയാൻ ഞങ്ങൾക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അയാളെ സപ്പോർട്ട് കണ്ടിട്ട് കൂടെ കൂടിയതാണോ ഈ ആദില എന്ന് പറയുന്ന വ്യക്തി? അപ്പൊ അല്ല, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ആദിലയുടെ ആ ഒരു സമയം ലാലേട്ടൻ വന്ന് വഴക്ക് പറഞ്ഞതിന് ശേഷം അതങ്ങ് ട്വിസ്റ്റ് ചെയ്തു. അതായത് ഈ പുറത്ത് ഭയങ്കര സപ്പോർട്ടാണെന്ന് വിചാരിച്ചിട്ട് ആ പെങ്ങന്മാരായിട്ട് അങ്ങോട്ട് കൂടി അയാളൊപ്പം അങ്ങോട്ട് കൂടി അയാളെ ഈ വോട്ട് ഇങ്ങോട്ട് പിടിച്ചെടുക്കാനുള്ള ശ്രമവും കാര്യങ്ങളും ഒക്കെ നടത്തുന്നതിന്റെ കൂട്ടത്തിൽ ഇത്തവണ ലാലേട്ടൻ വന്നപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് വഴക്ക് പറഞ്ഞപ്പോൾ എന്തൊക്കെയോ പുറത്ത് നെഗറ്റീവ് ഉണ്ട്, ഇനി കൂടെ നിന്നാൽ ശരിയാവില്ല എന്ന് തോന്നിയപ്പോൾ നേരെ മലക്കം പറഞ്ഞു ആദില. ഇതിൽ നൂറയ്ക്ക് എത്രത്തോളം പങ്കുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദില പറയുന്നത് എന്താണോ അതാണ് നൂറയുടെ ലോകം. അതിൽ കൂടുതലൊന്നും നൂറയ്ക്കില്ല. ഇപ്പോൾ നൂറയ്ക്ക് അതിൽ നോമിനേറ്റ് ചെയ്തത് പോലും കൂടി അറിയില്ല, ഷാനവാസിനെയാണ് നോമിനേറ്റ് ചെയ്തത് കൂടി അവിടെ നൂറയ്ക്ക് അറിയില്ല. അതിലെന്തൊക്കെയോ പറയുന്നു അതൊക്കെ നൂറ വിശ്വസിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് കരയുന്നു, സംസാരിക്കുന്നു, കുറേ കുറ്റങ്ങൾ ഷാനവാസൻ ഇരുന്ന് പറയുന്നു. അപ്പൊ ഈ രണ്ടെണ്ണവുമായിട്ടുള്ള കൂട്ടുകെട്ട് ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും നല്ലതല്ല. ഇനിയെങ്കിലും ബാക്കിയുള്ള ദിവസങ്ങളെങ്കിലും മുന്നോട്ട് ഒറ്റയ്ക്ക് പോകുന്നതാണ് നല്ലത്. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അനീഷിന്റെ കാര്യം. അവിടെ കഴിഞ്ഞ വീക്കില് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തൊരു വ്യക്തിയാണ് അനീഷ്. ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് ആരെ സേവ് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഷാനവാസിനെ സേവ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം നല്ല പിള്ളയൊക്കെ ചമഞ്ഞ് ഷാനവാസിന് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവന് വലിയ ഉയരങ്ങളിൽ എത്തണം, അതുകൊണ്ട് ഷാനവാസ് ഇവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാനവാസിനെ അതായത് അതിൽ നിന്ന് കൊണ്ടുവരണം, നോമിനേറ്റ് ചെയ്തത് അല്ലേ എന്ന് ലാലേട്ടൻ അവിടെ അനീഷിന്റെ അടുത്ത് ചോദിക്കുമ്പോഴും അനീഷ് പറയുന്നുണ്ട് നോമിനേറ്റ് ചെയ്തതൊക്കെയാണ്, പക്ഷെ എന്നിരുന്നാൽ പോലും ഷാനവാസ് ഇവിടെ നിൽക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് ഇട്ട ആള് ഈ ആഴ്ച വന്നപ്പോഴും ഷാനവാസിനെ കയറി നോമിനേറ്റ് ചെയ്ത് കളഞ്ഞു അനീഷ്. അപ്പോൾ ഇതിലെവിടെയാണ് ഒരു സത്യസന്ധത, എവിടെയാണ് ഒരു ഫ്രണ്ട്ഷിപ്പ്, എവിടെയാണ് ഒരു സ്നേഹം? അത് നിങ്ങളൊന്നും എനിക്ക് പറഞ്ഞു തന്നാൽ കൊള്ളാട്ടോ. എനിക്ക് മനസ്സിലായില്ല അനീഷിന്റെ ഇത്രത്തോളം ഷാനവാസിനോടുള്ള ആ ഒരു സ്നേഹം ഉണ്ടല്ലോ. ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞത് ഷാനവാസിനെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യണം, അതായത് ഷാനവാസ് ഇവിടെ നിൽക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ആളാണ് പിറ്റേ ദിവസം ഷാനവാസിനെ വീണ്ടും കയറി നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ അനീഷിന്റെ കള്ളത്തരം മനസ്സിലാക്കാൻ ഇതിൽ കൂടുതലൊന്നും വേണ്ട എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ലാലേട്ടന്റെ മുന്നിലെ ഈ നല്ല പിള്ള ചമയിലുണ്ടല്ലോ അതൊന്നും നിർത്തിയാൽ അനീഷ് കൊള്ളാം. അല്ല, അനീഷ് ഞാൻ ഒരിക്കലും ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നതിനെ കുറ്റം പറയുന്നില്ല, പക്ഷേ ഈ നന്മമരം കളി ഉണ്ടല്ലോ അത് വേണ്ടാന്നാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ എല്ലാവരും അവിടെ ഗെയിം കളിക്കാൻ വന്നതാണ്. അപ്പൊ ഗെയിം കളിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആർക്ക് വേണമെങ്കിൽ നോമിനേറ്റ് ചെയ്യാം, അത് നോമിനേറ്റ് ചെയ്തോട്ടെ. പക്ഷെ ഈ പുറകിൽ നിന്ന് കുത്തുന്ന പരിപാടി, ഇപ്പൊ ഷാനവാസിനെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന രണ്ട് കൂട്ടരാണ്, ഒന്ന് അനീഷും പിന്നെ ഈ ആദിലയും പറയും. പക്ഷെ ഇവരാണ് ഷാനവാസിനെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷാനവാസ് അവിടെ പറയും അക്ബറാണെന്ന്. അക്ബർ ഒന്നല്ല എൻ്റെ പൊന്നു ഷാനവാസെ, കൂടെ നിൽക്കുന്നവർ തന്നെയാണ് ഷാനവാസിനെ ഏറ്റവും കൂടുതൽ ചതിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മന്ദബുദ്ധിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. ഷാനവാസ് ഒരു മന്ദബുദ്ധിയാണെന്ന് തോന്നുന്നു കേട്ടോ. അല്ലാതെ അതുകൊണ്ടാണല്ലോ ഇത്രയും നാളും ഈ ഫ്രണ്ട്ഷിപ്പ് വലയത്തിലും ഈ കൂട്ടുകെട്ടിലും ഒക്കെ കിടന്നുകൊണ്ട് സ്വന്തം ഗെയിം ഇല്ലാണ്ടാക്കിയത്. ഇനിയെങ്കിലും പുറത്തു വന്നാൽ ഷാനവാസിനെ കൊള്ളാം. പിന്നെ അനുമോളുടെ വിഷയത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അനുമോള് ഇന്നിപ്പോ അനുമോളെ ക്യാപ്റ്റൻസി ടാസ്കിലെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. പ്രത്യേകിച്ച് അക്ബറും നെവിനും രണ്ടുപേർക്കും അനുമോള് ക്യാപ്റ്റൻ ആവേ വേണ്ട. ഒന്നോർത്ത് കഴിഞ്ഞാൽ അനുമോള് ക്യാപ്റ്റൻ ആവാതിരിക്കുന്നത് നല്ലത്. എല്ലാത്തിനെയും ചൊറിഞ്ഞ് ഇല്ലാണ്ടാക്കും. പിന്നെ അവിടെ മൊത്തത്തിൽ അടിയും പിടി ഇതൊക്കെ ആവും. അതിലും ഭേദം അനുമോള് ക്യാപ്റ്റൻ ആവാതിരിക്കുന്നത് തന്നെയാണെന്ന് ഓർക്കുമ്പോൾ. അതുകൊണ്ട് അനുമോള് ക്യാപ്റ്റൻ ആയില്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ അവിടെ ആരെയും ക്യാപ്റ്റൻ ആയാൽ മതി എന്നൊരു നിലപാടാണ് അക്ബറിനെയും നമ്മുടെ നെവിനുള്ളത്. അതാണ് എനിക്ക് അത്ര ഇഷ്ടപ്പെടാതിരുന്നത്. ആ ഒരു ഗ്രൂപ്പിസം ആര്യന് വേണ്ടി മാത്രം സംസാരിച്ച് അനുമോളെയും അതുപോലെ തന്നെ നമ്മുടെ ഇവനെയും സാബു മോനെയും ഇല്ലാതാക്കാനായിട്ട് നോക്കുന്നു. അതിന് പ്രത്യേകിച്ചൊരു റീസണും കൂടി ഉണ്ട് കേട്ടോ. അനുമോളും സാബുമേനും അവിടെ നോമിനേറ്റ് ചെയ്തത് നെവിനെയാണ്, അതും ഓപ്പൺ നോമിനേഷൻ. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് വേറെ വഴിയില്ല, ഇവർക്ക് നെവിനെയൊക്കെ മൂത്ത് നോക്കി പറഞ്ഞ സമയത്ത് നെവിൻ അതങ്ങ് സഹിച്ചില്ല. നെവിൻ പിന്നെ ആ പാത്രം കഴുകുന്നിടത്ത് നിന്നിട്ട് അനുമോളെയും സാബുമേനെയും പുറത്താക്കാൻ വേണ്ടിയിട്ട് പഠിച്ച പണി
18 നോക്കി എന്നാണ് പറയാനായിട്ട്. പക്ഷെ ഒരു തരത്തില് സാബുമേനും അനുമോളും അവിടെ വിട്ടുകൊടുത്തില്ല. കിച്ചണിൽ കിടന്നിട്ട് നെവിൻ അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും സാബുമാന്റെ കയ്യിൽ നിന്നും അതുപോലെ അനുമോളുടെ കയ്യിൽ നിന്നും ആ കയറ് വിട്ടുപോകണം. അതായിരുന്നു നെവിന്റെ ഉദ്ദേശം. മണിക്കൂറുകളോളം കിച്ചണിൽ കിടന്നിട്ട് അവര് അടി ഉണ്ടാക്കാൻ മീൻസ് അവിടെ കിടന്നുരുണ്ട് നെവിൻ. പക്ഷെ ഒരു തരത്തിലും അനുമോളും വിട്ടുകൊടുത്തില്ല, സാബുമാനും വിട്ടുകൊടുത്തില്ല. അതാണ് എനിക്ക് അതിന്റെ രസകരമായ കാര്യമായിട്ട് തോന്നിയത്. ബിഗ് ബോസ് ആണെങ്കിലും അവിടെ മൗനം ഭജിച്ചു. എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ബിഗ് ബോസ് അവിടെ മിണ്ടാതിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും കലിപ്പ് തോന്നിയ കാര്യം. ബിഗ് ബോസിന് അങ്ങനെ ചില ശീലമുണ്ടല്ലോ. അവസാനം ഒരു തരത്തിലും ഗെയിം മുന്നോട്ട് പോയില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ബിഗ് ബോസ് അവിടെ ക്യാപ്റ്റനായ ആദിലേരെടുത്ത് അവിടെ നന്നായി ഗെയിം മുന്നോട്ട് പോകുന്നുണ്ട്, ആരും ഗെയിം തടസ്സപ്പെടുത്തുന്നില്ല എന്ന് നോക്കാനായിട്ട് പറഞ്ഞത്. അപ്പോഴാണ് നെവിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയത്. അതിനുശേഷം കൈ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചുകൊണ്ടുള്ള ലാസ്റ്റത്തെ അവരുടെ ഒരു ഇത്, അതിൽ 3 പേരുടെ കൈയും അവിടെ വളയുന്നുണ്ടായിരുന്നു. അതിൽ അനുമോളെ പിടിച്ച് ആദ്യം പുറത്താക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം 3 പേരും അങ്ങനെ തന്നെയാണ് അവിടെ നിന്നിരുന്നത്. അനുമോളുടെ അടുത്ത് കാണിച്ചത് അനീതി തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ എന്തായാലും അനുമോള് കുറച്ച് കഴിഞ്ഞാൽ പുറത്താവും എന്നുള്ളതുകൊണ്ട് പൊക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആര്യനും അതുപോലെ സാബു മേനും തമ്മിലുള്ളത്. അതിൻ്റെ ഇടയിൽ ആര്യൻ എത്ര തവണ കയറുമേ 2 കൈ കൊണ്ട് പിടിച്ചു എന്നറിയും. ഒരു കൈ കൊണ്ട് മാത്രമേ ആ കയറുമ പിടിക്കാൻ പാടുള്ളൂ എന്നുണ്ട്. എത്ര തവണ അവിടെ ആര്യൻ 2 കൈ കൊണ്ട് പിടിച്ചു. അപ്പൊ തന്നെ ആര്യൻ ആ ഗെയിമിൽ നിന്ന് ഔട്ടാണ്. പക്ഷെ ഒരൊറ്റ എണ്ണത്തിന് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ആര്യൻ അവിടെ ഔട്ടാണെന്ന് പറയാനോ കഴിവില്ലാത്ത കുറെ എണ്ണായി അവിടെ നിന്ന് പോയത്. പിന്നെ അവസാനം ആര്യൻ കൈ ബെൻഡ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആര്യനെ പുറത്താക്കി. സാബുമേൻ അവിടെ വിജയിക്കുകയും ചെയ്തു. പക്ഷെ ഉള്ളതിൽ ഭേദം അവിടെ സാബുമേനായിരുന്നു. അതുകൊണ്ട് സാബുമേൻ വിജയിച്ചത് എനിക്ക് വളരെ നന്നായിട്ട് തോന്നി. ഉള്ളതിൽ ഭേദം സാബുമേനായതുകൊണ്ട്. അല്ലാതെ ആര്യൻ അത് വിജയിക്കാനായിട്ട് ഒട്ടും യോഗ്യതയില്ല. കാരണം 2 കൈ കൊണ്ട് ആ കയറിൽ പല തവണ ആര്യൻ പിടിച്ചിട്ടുണ്ട്. പിന്നെ അനുമോളെ സംബന്ധിച്ചിടത്തോളം അവർ 2 പേരെയും കപ്പാസിറ്റി ഒന്നും അനുമോൾക്കില്ല കയറും പിടിച്ചുകൊണ്ട് നിൽക്കാനായിട്ട്. അതുകൊണ്ട് അനുമോൾ അതിൽ വിജയിക്കില്ല എന്നുള്ള കാര്യം ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞ മറ്റൊരു അത്ഭുതം ഉണ്ട് കേട്ടോ. നമ്മുടെ സാബുമേനും നെവിനും തമ്മിൽ ഇന്ന് അടി കൂടുന്നുണ്ട്. അതിൽ എപ്പിസോഡിൽ കാണിച്ചില്ലേ, ലൈവ് കണ്ടവർക്ക് അറിയാം. ഈ നോമിനേഷൻ കഴിഞ്ഞ സമയത്ത് പിന്നെ നെവിനെ അങ്ങ് ചൊറിഞ്ഞിട്ട് വയ്യ. നെവിൻ അങ്ങ് സാബുമേനിട്ട് ചൊറിഞ്ഞ് അവസാനം സാബുമേന്റെ വായിലിരിക്കുന്നത് നെവി കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. നമ്മുടെ സാബുമേന് തന്നെയാണോ ഇത് എന്ന് തോന്നിപ്പോയി. ഇതുവരെ കാണാത്തൊരു സാബുമേനെയൊക്കെ നമുക്കിന്ന് കാണാനായിട്ട് സാധിച്ചു. സാബുന്ന് നല്ല മറുപടിയൊക്കെ നമ്മുടെ നെവിനെ കൊടുക്കുന്നുണ്ടായിരുന്നു. ആ കിച്ചണിൽ കിടക്കുന്ന സമയത്ത് പറയുന്നുണ്ട് സാബു ഞാൻ ഇടിക്കിട്ടോ എന്നൊക്കെ നമ്മുടെ സാബു പറയുന്നുണ്ടായിരുന്നു. സാബുവിന് ഇത്രയൊക്കെ ചേഞ്ച് വന്നു, മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ഇപ്പോൾ ആ ടാസ്കില് സാബു ജയിക്കട്ടെ എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. എന്താ വെച്ചാൽ അവിടെ ജയിക്കാൻ യോഗ്യനായിട്ടുള്ള വ്യക്തി സാബു തന്നെയായിരുന്നു. അതിന് സാബുവാണ് ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻ ആയിട്ടുള്ളത്. അങ്ങനെ കിച്ചണിൽ വീണ്ടും നമ്മുടെ അനുവും ഷാനവാസും വന്ന് കയറിയിട്ടുണ്ട്. 2 കൂടിയിട്ട് ഇനി അവിടെ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത്, പുകിലുകൾ ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയണം. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ അനുവിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ഇവരെ തമ്മിൽ വീണ്ടും ഒന്നിപ്പിക്കാനായിട്ട് ആദിലെ നൂറയും ഷാനവാസിനെയും തമ്മിൽ വീണ്ടും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടനിലക്കാരിയായിട്ടുള്ള ഒരു ചർച്ചയുണ്ടല്ലോ, അതുകൊണ്ട് നടത്തുന്നുണ്ടായിരുന്നു അനുമോള് വന്നിട്ട്. പക്ഷേ അവിടെ ഷാനവാസ് വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല, താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട്. കഴിഞ്ഞ തവണ വഴക്കുണ്ടായപ്പോഴും ഇവിടെ ആദിലേനെയും നൂറേനെയും ഷാനവാസിനെയും ഒന്നിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത് ഈ അനുമോള് തന്നെയായിരുന്നു. ഇത്തവണയും അതിനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് വേണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഒന്നാമത്തെ കാര്യം ആദിലെ നൂറയുമായിട്ടുള്ള കൂട്ടുകെട്ട് അനുമോൾക്ക് പോലും നെഗറ്റീവാണ് പുറത്ത്. ഇപ്പോൾ ഇവർ 3 പേരിങ്ങനെ കോംബോ കളിച്ച് പട്ടായ ഗേൾസൊക്കെ ആയിട്ട് അവിടെ നടക്കുന്നത് കൊണ്ട് അനുമോളുടെ ഒട്ടും കൂടി ഇല്ലാണ്ടാവാണ്. ഒറ്റയ്ക്ക് നിന്ന് അനുമോള് നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് ഗെയിം കളിച്ചാലേ അനുമോൾക്ക് ഇനി 4 ആഴ്ച കൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടുള്ളൂ. ഈ ഗ്രൂപ്പിസം കളി ഉണ്ടല്ലോ, അത് ഇവിടെ പ്രയോജനം ചെയ്തില്ല. ഒന്നാമത്തെ കാര്യം ഈ സീസൺ എന്ന് പറയുന്നത് ഇതുവരെ ഉണ്ടായിട്ടുള്ള സീസണുകളിൽ ഒരു വളരെയധികം മോശപ്പെട്ട സീസണാണ് എനിക്ക് തോന്നുന്നു. സീസൺ 2 മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള സീസണുകൾ വെച്ച് നോക്കുന്ന സമയത്ത് സീസൺ 7 അത്ര ബെറ്റർ ആയിട്ടുള്ള സീസണൊന്നുമല്ല. അപ്പൊ ഉള്ളതിൽ എന്തെങ്കിലുമൊക്കെ ഭേദമുള്ളവർ ചെയ്ത് നന്നായി ഗെയിം കളിക്കണം എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അവരോട് ഗ്രൂപ്പിസമായി കളിച്ച് ഒന്നും അല്ലാതാക്കി തീർക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ എന്തോന്ന് ഇതെന്ന് തോന്നി പോകുന്ന ഒരവസ്ഥയാണ്.